സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളിൽ. ഇന്ന് 2026 ജൂലൈ മാസം 21 ചൊവ്വാഴ്ച. 1992 ഡിസംബർ 6 എന്ന തീയതി ഇന്ത്യ ചരിത്രത്തിൽ കറുത്ത ലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒരു കരിദിനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ദിവസം നാം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ദിനമാണ്. അന്നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം പോകുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അത് തൽക്കാലം മാറ്റി നിർത്തുന്നു. നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ഒന്നും മിണ്ടിയില്ലെന്ന ആക്ഷേപം അന്നും ഇന്നും രാഷ്ട്രീയ എതിരാളികൾ ആവർത്തിക്കുന്ന മൗനവിചാരമാണ്. പല ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന റാവുവിന് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷ ഉപയോഗിച്ച് അത് തകർക്കരുതെന്ന് പറയാമായിരുന്നുവല്ലോ എന്ന് അന്നു മുതൽ ചോദിച്ചു തുടങ്ങിയതാണ്. റാവുവിൻ്റെ വഴിയെ പണ്ഡിതോചിതമായ മൗനം ശീലമാക്കിയ കോൺഗ്രസിലെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് 2005 രാജ്യസഭയിൽ മാപ്പു ചോദിക്കും വരെ മറ്റൊരു സംഭവമായ സിഖ് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള മൗനത്തിന് കോൺഗ്രസ് പലവട്ടം വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു. മൗനി ബാബ എന്ന് അക്കാലത്ത് BJP നേതാക്കൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പരിഹസിച്ചിരുന്നു എങ്കിലും പിൽക്കാല ഭരണാധികാരികളുടെ അർത്ഥഗർഭ മൗനം കാണുമ്പോൾ മൻമോഹൻ സിംഗ് എത്രയോ വാചാലനായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല. മൗനം ഒരർത്ഥത്തിൽ ഭയമോ അഭയമോ അഭയകേന്ദ്രമോ പരിചയോ വാളോ ഒക്കെയായി പരിണമിക്കുമ്പോഴും അധികാര കേന്ദ്രങ്ങൾക്ക് അത് മേൽവിലാസമാവുകയും ചെയ്യുമ്പോൾ ആവലാതികൾ അലോസരമാവുക സ്വാഭാവികം. നരകം മറ്റുള്ളവരാണ്, ഹെൽ ഈസ് അതർ പീപ്പിൾ എന്ന് പറഞ്ഞ അത് ഷോങ് പോൾ സാർത്ര എന്ന അത്യുജ്വല ഓതറും ഗ്രന്ഥകാരനും ചിന്തകനും എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്ന വകുപ്പിൽപ്പെടുന്ന മഹാനുമൊക്കെയായിരുന്ന ഫ്രഞ്ച് നാടകകൃത്താണ്, പ്ലേ റൈറ്റാണ്, റൈറ്ററാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഹെൽ ഈസ് അതർ പീപ്പിൾ എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ് മീൻസ് that the judgment and perception of others trap us in a psychological prison, stripping away our freedom and reducing us to mere objects in their eyes. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായപ്രകാരം ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അസ്തിത്വം, നമ്മുടെ ഫ്രീഡം അത് നഷ്ടമാവുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാവയായി മാറുകയും നാം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെ നരകം മറ്റുള്ളവരാണ് എന്ന സാർത്രൻ്റെ അസ്തിത്വവാദ പ്രസ്താവനയെ നോ എക്സിറ്റ് എന്ന നാടകത്തിൻ്റെ സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഒന്ന് പ്രയോഗിക്കാമെങ്കിൽ അത് കാലോചിതം തന്നെ. എന്നാൽ ഗൗരവമുള്ള കാര്യങ്ങളിൽ നമ്മൾ മൗനം പാലിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം അവസാനിച്ചു തുടങ്ങുന്നുവെന്ന മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അഭിപ്രായം ഭരണാധികാരികൾക്കും അധികാര കേന്ദ്രങ്ങൾക്കും അത്ര പഥ്യമൊന്നുമല്ല. അതും നാം ശ്രദ്ധിക്കണം. പഴയകാലത്ത് മാത്രമല്ല, സമീപകാല രാഷ്ട്രീയത്തിലും മൗനം സമർത്ഥമായ രാഷ്ട്രീയ കരുവാക്കിയും കരുനീക്കമായും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്.
3 വർഷത്തോളം നീണ്ട മണിപ്പൂർ വംശീയ കലാപത്തിന്റെ രക്തച്ചൊരിച്ചിലുകൾക്കിടയിൽ പ്രധാനമന്ത്രി മോദിജിയുടെ മൗനം ചർച്ച ചെയ്യപ്പെട്ടപ്പോഴെല്ലാം 2002 ഗുജറാത്ത് കലാപക്കാലത്ത് ഭരണകൂടം പാലിച്ച നിഗൂഢ നിശബ്ദതയെക്കുറിച്ചുള്ള വിമർശനം പ്രതിപക്ഷം വീണ്ടും ഉയർത്തിയതിലൂടെ വിചാരണയ്ക്ക് വെച്ചത് മൗനത്തിന്റെ രാഷ്ട്രീയമാണ്. വ്യവസായി അദാനിക്ക് വഴിവിട്ട സഹായം നൽകിയെന്ന ആക്ഷേപം, റഫാൽ ഇടപാടുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന വിമർശനം, വോട്ട് കൊള്ളയും വോട്ട് ചോർച്ചയും വ്യാപകമെന്ന ആരോപണം, നേരാവണ്ണം പരീക്ഷ നടത്താൻ അറിയില്ല എന്നുള്ള ആരോപണം, ഇതെല്ലാം ഭരണഘടനയെയും ജനാധിപത്യത്തെയും തകർത്തുവെന്ന ആക്ഷേപം, ഇതെല്ലാം കഴിഞ്ഞ 10-12 വർഷമായി ഉയർത്തുന്ന വിമർശനങ്ങൾക്കെല്ലാം മോദിജി മൗനം പരിചയാക്കിയെന്ന വാദം പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുമ്പോഴും മറുപടി മൗനം തന്നെ. 2004 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 117 പത്രസമ്മേളനങ്ങളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നടത്തിയിരുന്നതെന്നും നാളിതുവരെ അത്തരമൊരു സാഹസത്തിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി മുതിർന്നിട്ടില്ലെന്നുള്ളതും ആക്ഷേപക്കൊടി അങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി മൗനഗോപുരത്തിൽ തന്നെ, ഒന്നും മിണ്ടുന്നില്ല എന്ന് ചുരുക്കം. ഏറ്റവും പുതുതായി മോദിജിയുടെ മൗനത്തിന്റെ ആഴമളന്നത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ സംഭാവന കൊള്ളയുടെ കുടം തുറന്നപ്പോഴാണ്. രാജ്യത്തെ ഹൈന്ദവ രാഷ്ട്രീയധാരയ്ക്ക് അടിവേരുറപ്പിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഹിന്ദു വിശ്വാസ സമൂഹത്തിന്റെ പ്രതീക്ഷ പകർന്ന രാമക്ഷേത്രത്തിൽ തീവെട്ടിക്കൊള്ള അരങ്ങേറുമ്പോൾ മൗനം മുറിക്കാൻ മോദിജി തയ്യാറാകാത്തതെന്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. ക്ഷേത്രം തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയ മോദി ക്ഷേത്ര കൊള്ളയെക്കുറിച്ച് മാത്രം എന്തേ മിണ്ടാത്തത് എന്ന് പ്രതിപക്ഷം. സംസാരത്തിലല്ല പ്രവർത്തനത്തിലാണ് വിശ്വാസമെന്ന ന്യായീകരണത്തിന്റെ തണലിൽ അഭയം തേടാൻ സംസാരപ്രിയനായ മോദിയുടെ ശരീരഭാഷ ഒട്ടും ചേരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് മഴക്കാല സമ്മേളനം ഇന്നലെ തുടങ്ങി. സംഭാവനക്കുള്ള പ്രതിപക്ഷം ഉയർത്തുമ്പോൾ മോഡി വീണ്ടും മിണ്ടിത്തുടങ്ങുമോ അതോ മിണ്ടാതിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഏവർക്കും ആകാംക്ഷ. പാത്സ് ആർ മെയ്ഡ് ബൈ വാക്കിംഗ് എന്ന് ഫ്രാൻസ് കഫ്കയുടെ ഒരു വാചകം നമുക്ക് ഈ തരുണത്തിൽ ഒന്ന് ഓർമ്മിക്കാം. നടപ്പാണ് വഴികളെ സൃഷ്ടിക്കുന്നതെന്ന് ഫ്രാൻസ് കഫ്കയുടെ സമീപനമനുസരിച്ച് പ്രതിപക്ഷ പ്രേരണ പ്രധാനമന്ത്രിക്ക് മിണ്ടാനുള്ള ഒരു പ്രചോദനമാകുമോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്നാൽ പ്രധാനമന്ത്രി മിണ്ടിയില്ലെങ്കിലും വിശ്വസ്തനായ നൃപേന്ദ്ര മിശ്ര മിണ്ടി. 1 അല്ല 6 ടെലിവിഷൻ ചാനലുകളിൽ അഭിമുഖ പരമ്പര നൽകി കൊള്ളയുടെ ഉള്ളടക്കം അദ്ദേഹം വിശദമായി വിളമ്പി. മോദി മിണ്ടിയില്ലെങ്കിലും വിശ്വസ്തർ മിണ്ടിയല്ലോ എന്ന് ആശ്വസിക്കുമ്പോഴേക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അദ്ദേഹവും നാവനക്കി. 2 വട്ടം 2 തരത്തിലായിരുന്നു മിണ്ടാട്ടം. തൊട്ടു പിന്നാലെ നിൽക്കക്കള്ളിയില്ലാതായ സംഘപരിവാർ സംഘടനകൾ ഓരോന്നായി മിണ്ടിത്തുടങ്ങി എന്നതാണ് ഇക്കഥയുടെ 2ാം ഭാഗം. കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്ന പൊതുവാദമുയർത്തി വിശ്വ ഹിന്ദു പരിഷത്ത് ആണ് ആദ്യമെത്തിയത്. VHP ഉപാധ്യക്ഷൻ കൂടിയായ ചമ്പത് റായ്, അദ്ദേഹം ഈ കൊള്ളയിലെ ഒരു പ്രധാന കക്ഷിയാണ് കേട്ടോ. ചമ്പത് റായ്ക്കുള്ള
ഒളിയമ്പുകൾ ദേശീയ അധ്യക്ഷൻ അലോക് കുമാറിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നുവെന്നത് ശ്രദ്ധേയം. ഇങ്ങനെ പല പല കാര്യങ്ങളിൽ ചിലർ മൗനം ദീക്ഷിച്ച് അത് പരിചയമായി കൊണ്ടു നടന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതൊരു പരിചയമായി ഉപയോഗിക്കുമ്പോൾ, പണ്ടത് നരസിംഹറാവു ആയിരുന്നു, പിന്നീട് ആ ദൗത്യം മൻമോഹൻ സിംഗ് ഏറ്റെടുത്തു, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജിയാണ് ഈ മൗനം ഒരു പരിചയമാക്കി കൊണ്ടു നടക്കുന്നവരിൽ മുമ്പൻ. പല നേതാക്കളും കേരള നേതാക്കൾ ഉൾപ്പെടെ ഈ മൗനം ഒരു പരിചയമാക്കി കൊണ്ടു നടക്കുന്നവരുണ്ട്. അത് അവർക്കൊരു ആഭരണമാണെങ്കിൽ അവരങ്ങനെ കൊണ്ട് നടക്കട്ടെ, പരിചയമാക്കി കൊണ്ട് നടക്കട്ടെ. ഇനി അത് വാളായിട്ട് ഉപയോഗിച്ച് അത് വേറെ എന്തെങ്കിലും തന്ത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ അങ്ങനെയും ആകട്ടെ. എന്തായാലും മൗനം വിദ്വാനുഭൂഷണം എന്ന നമ്മുടെ ഒരു നാടൻ പഴഞ്ചൊല്ല് ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് ഈ മൗനം ദീക്ഷിക്കുന്ന വിദ്വാൻമാർക്ക് ഇതൊരു പരിചയമായി തുടരുമെങ്കിൽ അവർക്ക് നല്ലത്. അതല്ല ഒരു വാളായി അവർക്ക് മേൽ തന്നെ പതിക്കുമോ എങ്കിൽ അതിനും ഉത്തരവാദികൾ അവർ തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഈ മിണ്ടാഭൂതങ്ങൾ എന്ത് മറുപടി സമൂഹത്തിന് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നതുവരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.